വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വോട്ട് അധികാർ യാത്രയ്ക്ക് തുടക്കമായി. 38 ജില്ലകളിലായി 13 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്ത്യ സഖ്യകക്ഷി പാർട്ടികളിലെ പ്രധാന നേതാക്കൾ അണിനിരക്കും. CPM-CPM-L നേതാക്കളും യാത്രയിൽ അണിനിരക്കുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു യാത്ര, ഒരു മഹാറാലിക്ക് തുടക്കമായത്. 38 ജില്ലകളിൽ നിന്നായി 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ്, പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നൊന്നും പിന്നോട്ടേക്കില്ല. ആ ആരോപണങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മഹാറാലിയിൽ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴും മഹാറാലി പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീമതി, ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ വോട്ടർ പട്ടികയിലെ രാജ്യത്താകമാനമുള്ള പൊരുത്തക്കേടുകളിലൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യകക്ഷികളുടെ പാർട്ടി നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ സംസ്ഥാനത്ത് ബീഹാറിൽ 38 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, ലാലു പ്രസാദ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ CPIM-ന്റെയും CPIM-L-ന്റെയും പ്രവർത്തകരുണ്ട്. എല്ലാ നേതാക്കളും ഇപ്പോൾ യാത്രയുടെ ഭാഗമായി അണിചേർന്നിട്ടുണ്ട്. ഇതിനു മുന്നേ ഈ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ ഈ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് നേതാക്കളെല്ലാം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യമാണ്. ഈ വിഷയങ്ങളിലൊന്നും തന്നെ രാജ്യമെമ്പാടും വോട്ട് മോഷണം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. SIR-ന്റെ പേരിൽ പുതിയ വോട്ടർമാരെ ചേർത്തുകൊണ്ട് വോട്ട് മോഷ്ടിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ബീഹാറിലെ ജനത ഈ വോട്ട് കൊള്ള അനുവദിക്കില്ല എന്നുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കടുത്ത പ്രതിഷേധം എന്ന നിലയിൽ തന്നെയാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. ഈ ജനങ്ങളുമായി ഈ വിഷയങ്ങളൊക്കെ കൃത്യമായും സംവദിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം ഇന്ത്യ സഖ്യവും പ്രതിപക്ഷവും നിരന്തരമായി ഉയർത്തുന്ന ആരോപണങ്ങൾ, ഇതിലെല്ലാം തന്നെയും മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനം ആരംഭിക്കും. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിനുള്ള കാത്തിരിപ്പാണ്. 3 മണി എന്നാണ് പറഞ്ഞത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം വാർത്താ സമ്മേളനം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. ദില്ലിയിലെ നാഷണൽ മീഡിയ സെന്ററിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുന്നത്. ഇനി നിർണായക നിമിഷമാണ്. കാരണം ഇത്രയും വലിയൊരു ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തികച്ചും ന്യായീകരിച്ചുകൊണ്ട് ചില പ്രതികരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം നേരത്തെയും പരാതി പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുമായിരുന്നു, മനസ്സിലാക്കാം. എന്നാൽ ഇത്തരത്തിൽ നേരത്തെ പരാതികളൊന്നും വന്നില്ല. അങ്ങനെയുള്ള നിരവധി ന്യായീകരണങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിതാ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇനി ആ വാർത്താ സമ്മേളനത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. കാരണം എന്താണ് ഇനി അറിയേണ്ടത്, വാർത്താ സമ്മേളനത്തിലുള്ള അവരെന്താണ് പറയുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പിലാണ്. സ്വാതി, ഒരുപാട് ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ബീഹാർ SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം. ഏറ്റവും പ്രധാനമായി SIR പ്രക്രിയയിലൂടെ 65 ലക്ഷം വോട്ടർമാരെ പുറന്തള്ളപ്പെട്ട സാഹചര്യമുണ്ട്. ഇതിൽ ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളുടെയും വോട്ടുകളാണ് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. ഇതിലൊക്കെയും കൃത്യമായ വിശദീകരണവും അതോടൊപ്പം കൃത്യമായ താക്കീതും സുപ്രീം കോടതി നൽകുകയും കടുത്ത പ്രതിഷേധവും രൂക്ഷ വിമർശനവും ഒക്കെയും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലും കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ആയിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം തന്നെയും ഇപ്പോഴും മൗനം തുടരുന്ന ഘട്ടത്തിലാണ് ഒരു നിർണായകമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാഷണൽ മീഡിയ സെന്ററിലാണ് വാർത്താ സമ്മേളനം ആരംഭിക്കുക. ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള സുഖ്ബീർ സിംഗ് സന്തൂറും വിവേക് ജോഷി എന്നിവർ ഉൾപ്പെടെയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ വിഷയത്തിലൊക്കെയും മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ശ്രീനിധി.